ശാരീരികമായ ബന്ധമില്ല. കർത്താവ് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുന്നവരെ, കാര്യം ഞങ്ങൾ പെട്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ കരുണയിലേക്ക് ആവസിക്കുന്നവരെ ഞങ്ങൾ എല്ലാവർക്കും ദാനം ചെയ്യും, ഞങ്ങളുടെ ശമ്പളങ്ങളെല്ലാം. എന്തൊരു സാക്ഷ്യമാണെന്ന് ഇന്നലെ പറഞ്ഞത്. അത് ഉപവാസമാണ്. പക്ഷെ അതൊരു മെറ്റീരിയൽ ഗെയിന് വേണ്ടിയുള്ള ഉപവാസമാണ്. ഈശോയുടെ ഉപവാസം എന്താ? ഈശോയുടെ ഉപവാസം നോക്കിയേ, ലുക്ക 22:18 വായിച്ചേ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നത് വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല. അപ്പൊ എന്തിനാണ് ഈശോ ഉപവസിക്കുന്നത്? ദൈവരാജ്യം വരാനാണ്. സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയുടെ സ്വപ്നങ്ങള് സാക്ഷാത്കരിക്കുന്ന ദിവസങ്ങളാണ് ഈശോയ്ക്ക്. അത് സാക്ഷാത്കരിക്കാൻ പോകുന്നു എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയാണ് ആള് ഗെത്സെമനി മുട്ടുകുത്തണത്. അത്താഴം കഴിഞ്ഞതിന് ശേഷം ഇത് പറഞ്ഞതിന് ശേഷം അവൻ എഴുന്നേറ്റ് നിന്നിട്ട് സ്വസ്ത്രഗീതം ആലപിക്കും. കാര്യം എന്താണ്? ദൈവരാജ്യത്തിന് സ്വസ്ത്രഗീതമാണ് ആലപിക്കണത്. ദൈവരാജ്യം ഇതിനു വേണ്ടിയല്ലേ അവൻ മാംസമായത്? അത് സംഭവിക്കാൻ പോവുകയാണ്. അപ്പൊ എഴുന്നേറ്റ് നിന്നിട്ട് സ്വസ്ത്രഗീതം ആലപിക്കും. വരാൻ പോകുന്ന ദൈവരാജ്യത്തെക്കുറിച്ച് ഓർത്തിട്ട് ആള് സന്തോഷിച്ച് സ്വസ്ത്രഗീതം ആരംഭിക്കും. മർക്കോസ് 14:25-26. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഞാൻ ഇത് നവമായി പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഇനി ഞാൻ കുടിക്കുകയില്ല. സ്തോത്രഗീതം ആലപിച്ചതിന് ശേഷം ഇതാണ് സാധനം. ഇത് പരിശുദ്ധാത്മാവ് ഇപ്പൊ പറഞ്ഞതാണ്. എന്തിനാണ് ഈ സ്വസ്ത്രഗീതം ആലപിച്ചിരിക്കുന്നത്? ഇപ്പൊ ഉപവസിക്കുകയാണ്. ഇനി എന്താണ്? ഇനി ഭക്ഷണം കഴിക്കും. എന്താണ്? ദൈവരാജ്യത്തിൽ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവര് കുരിശിലെ കാര്യമാണ് പറയണത്. കുരിശിനെ കുറിച്ചാണ് ഈ സ്വസ്ത്രഗീതം ആലപിക്കുന്നത്. കുരിശിലാണ് എൻ്റെ ഈശോ, നിന്റെ ഈശോ ഈ ദൈവരാജ്യത്തെ എൻ്റെ പിതാവിൻ്റെ നിറവേറ്റുന്ന ആ ദൈവരാജ്യത്തിൻ്റെ ഭക്ഷസദ്യ ഉണ്ണണത്, പിതാവിൻ്റെ മനസ്സ് നിറവേറ്റുന്നത്. ഇത് സംഭവിക്കണം എങ്ങനെയാണെന്ന് അറിയാമോ? ഇത് ഗെത്സെമനിൽ അത് പറയുന്നുണ്ട്. ഈ ദൈവരാജ്യം സംഭവിക്കുന്നതിനെ ഓർത്തിട്ടാണ് നേരത്തെ സ്വസ്ത്രഗീതം ആലപിക്കുന്നത്. എന്നിട്ട് അടുത്തത് പിന്നെ മുട്ടുകുത്തുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 17:4 എടുത്തേ. അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് എന്താണ്? അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി ലാസ്റ്റ് മുട്ടുകുത്തുകയാണേ.